ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികളായ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് വിദേശത്ത് നിന്ന് പരിശീലനം കിട്ടിയതായി സംശയം. ഡോക്ടർ മുസമിലിന് എൻക്രിപ്റ്റ് ചെയ്ത ആപ്പ് വഴി ബോംബ് നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു. പാക് തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും IS ശാഖയായ അൻസാർ ഗസ്വാത്ത് അൽ ഹിന്ദിനും വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ ചേരുകയാണ്. അഭിലാഷ്, എന്തെല്ലാം പുതിയ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ തെക്കേ ഇന്ത്യയിലേക്ക് അതിൻ്റെ കണ്ണികൾ നീണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങൾ പ്രകാരം മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ഇയാൾ കർണാടക സ്വദേശിയാണ്. ബംഗളൂരുവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ആളാണ്. 2012 മുതൽ മിസ്സിംഗ് ആണ്. ഇയാൾക്ക് ലഷ്കർ ഇ തൊയ്ബയുമായി ചില ബന്ധങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഇയാൾ രാജ്യത്ത് നിന്ന് കടക്കുകയായിരുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്നുള്ളതാണ് വിവരം. 2012 മുതൽ തന്നെ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളുമായി മുസമ്മിൽ ഗനൈൽ എന്ന് പറയുന്ന ഇപ്പോൾ പോലെ NIA കസ്റ്റഡിയിലുള്ള ആൾക്ക് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇയാളെ കേണൽ, ലാപ്ടോപ്പ് സാബ്, ഭായ് എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് വിവരം. ഇയാൾ അടക്കമുള്ള ആളുകൾ ഈ മുസമ്മിൽ ഗനയിലും ഉമർ നബിയുമായിട്ട് അഫ്ഗാനിസ്ഥാനിലിരുന്ന് സംസാരിക്കുന്നതുണ്ടായിട്ടുള്ള ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, ഇയാൾക്ക് പുറമെ ഈ കർണാടക സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷഹീദ് ഫൈസലിന് പുറമെ ഈ ചില ആളുകൾ കൂടിയുണ്ട്. അവരുടെ യഥാർത്ഥ പേരുകളാണോ എന്നറിയില്ല. ഹൻസുള്ള, നിസാർ, ഉക്കാസയെ പറ്റി നമ്മൾ നേരത്തെയും പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. തുർക്കിയിലുള്ള ഹാൻഡിലാണ്. ഇയാളുടെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയില്ല. പക്ഷേ ഉക്കാസ, അതുപോലെ ഈ നിസാർ, ഹൻസുള്ള, ഈ 3 ഐഡികളിൽ നിന്ന് നിരവധി വീഡിയോകൾ ഈ മുസമ്മിൽ ഷക്കീൽ ഗനയിൽ എത്തുന്നുണ്ട്. അതിൽ 42ഓളം വീഡിയോകൾ ബോംബ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ ഈ 42 വീഡിയോകൾ ഈ ഗനയിലിൻ്റെ മുസമ്മിൽ ഷക്കീൽ ഗനയിലിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇയാൾക്ക് ബോംബുണ്ടാക്കുന്നത് എങ്ങനെയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നിന്നാണ് ഇവർ പഠിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ സൂചനകൾ ശരിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ചെങ്കോട്ട സ്ഫോടനത്തിന് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ശക്തമായ തെളിവുകൾ കൂടിയാണ് ഇതെന്ന് നമുക്ക് പറയാം. കാരണം തുർക്കി, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഹാൻഡിലുകൾ അവിടെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നിലവിൽ അവിടെയുള്ള ആളുകൾ ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, ഈ നമ്മൾ ആദ്യം പറഞ്ഞ കർണാടക സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷഹീദ് ഫൈസൽ, ഇയാൾ ഒരു കോയമ്പത്തൂർ ബ്ലാസ്റ്റ്, അതുപോലെ മംഗളൂരു ബ്ലാസ്റ്റ്, അതുപോലെ ഈ കഴിഞ്ഞ 2022 ഉണ്ടായിട്ടുള്ള രാമേശ്വരം കഫേ ബ്ലാസ്റ്റ്, ഈ 3 ബ്ലാസ്റ്റിലും ഇയാളുടെ പങ്ക് വ്യക്തമായിരുന്നു എന്നുള്ളതാണ്. ആ സമയം തൊട്ട് തന്നെ ഇയാൾ NIA നിരീക്ഷണത്തിലുമായിരുന്നു. പക്ഷേ രാജ്യത്തിനുള്ളിൽ വരാത്തത് കൊണ്ട് തന്നെ ഇയാളെ ഇതുവരെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരപ്രകാരം ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്നുള്ളതാണ്. അവിടെ വെച്ചിട്ട് ഈ കർണാടകയിലും തമിഴ്നാട്ടിലും ചില ടെറർ മൊഡ്യൂളുകളെ ഇയാൾ വളർത്തിയെടുക്കുന്നതിൻ്റെ ചില വിവരങ്ങൾ കൂടി നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇയാൾ നാട് വിട്ടതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇയാൾ ഇന്ത്യയിലെ രാജ്യത്തിനകത്തുള്ള ആളുകളെ, പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെ ഇത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഹൻസുള്ള, നിസാർ, ഉക്കാസ ഇവരും ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയവരായിരിക്കാമെന്നുള്ളതാണ്. ഗോരഖ്പൂർ 2008 ഗോരഖ്പൂർ സ്ഫോടനവും അന്ന് ആ സ്ഫോടനമൊക്കെ നടക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു മിർസ ബായിഗുണ്ട്. അപ്പോൾ ഇയാളും ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. ഇയാൾക്കടക്കം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മുസമ്മിൽ ഷക്കീൽ അടക്കമുള്ളവരുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. അങ്ങനെ ഈ സ്ഫോടനങ്ങൾക്കെല്ലാം ചില കണക്ഷൻസ് ഉണ്ട്. ഒരേ പാറ്റേൺ ആണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ NIA കണ്ടെത്തൽ. കോയമ്പത്തൂർ സ്ഫോടനമായാലും അതൊരു ചാവേർ ആക്രമണമായിരുന്നു. മാരുതി 800 പൊട്ടിത്തെറിച്ചുള്ള ഒരു ആക്രമണമായിരുന്നു. അതുപോലെ രാമേശ്വരം കഫേ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു കഫയ്ക്കകത്ത് വെച്ച് 2 പേർ ബോംബ് വെക്കുക, അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെ ഇത്തരം ചാവേർ ആക്രമണങ്ങളാണ് ഇവർ പദ്ധതിയിടുന്നത്. ആ ഒരു പാറ്റേൺ കണ്ടിട്ടാണ്, മോഡസ് ഓപ്പറാൻഡി കണ്ടിട്ടാണ് ഇതിൽ മുഹമ്മദ് ഷാഹിദ് ഫൈസലിന് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് NIA സംഘം അന്വേഷണം നീണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓരോ ദിവസം കഴിയുമ്പോഴും ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ വലിയ വലിയ കണ്ണികൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇവരിൽ ഇപ്പോൾ ഇതുവരെ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരാൾ ഇതിൽ പങ്കാളിയായെന്നുള്ള വിവരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ചില സൂചനകൾ ലഭിക്കുന്നു. അത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.